ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ഒക്ടോബർ മാസഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ ഈ ചില ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ 2 സൂര്യഗ്രഹണമാണ്. അപ്പോൾ ആദ്യത്തെ വാരം സൂര്യഗ്രഹണ വാരമാണ്. അതുപോലെ ഒക്ടോബർ 9 പ്രത്യേകിച്ച് 5-ാം ഭാവരാശിയിൽ നിൽക്കുന്ന ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ബുധനും അതുപോലെ സൂര്യനും ഒക്കെ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്താണ് ആ ബുധനും സൂര്യനും ഒക്കെ നിൽക്കുന്നത്. അവിടെ കേതുവിൻ്റെ യോഗവും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ബുധൻ ഒക്ടോബർ 10 കൂടി അത് പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. ഒക്ടോബർ 17 സൂര്യനും ആ കേതുവിൻ്റെ രാശിയിൽ നിന്ന് മാറി കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. എങ്കിലും സൂര്യന് നീചസ്ഥിതിയാണ് വരുന്നത്. അതുപോലെ കുജനാണെങ്കിൽ ഇപ്പോൾ 6-ാം ഭാവരാശിയിൽ നിൽക്കുകയാണ്. ഒക്ടോബർ 20 ആകുമ്പോൾ ആ കുജൻ 7-ാം ഭാവരാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഒക്ടോബർ മാസത്തെ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റങ്ങളും ഒക്കെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ആരോഗ്യം, അതുപോലെ തൊഴിൽ, അതുപോലെ ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, അതുപോലെ കുടുംബജീവിതമൊക്കെ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊരു പൊതുഫലമാണ്. കാരണം ഈ കൂറില നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും അവർക്കിപ്പോൾ നടക്കുന്ന ദേശീയ അപകാരവും ഛിദ്രവും ഒക്കെ എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ അവയുടെയൊക്കെ വ്യതിയാനത്തിനനുസരിച്ച് ഈ പൊതുഫലത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഈ ആരോഗ്യസ്ഥിതി ഒക്ടോബർ മാസത്തിലെ ഗ്രഹ മാറ്റങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശാധിപൻ ശനിയാണ്. ആ ശനിയാണെങ്കിൽ 2-ൽ നിൽക്കുകയാണ്, വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട്, ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ സുഖസ്ഥാനാധിപൻ എന്ന് പറയുന്നത് കുജനാണ്. ആ കുജൻ ഇപ്പോൾ 6-ലാണ് നിൽക്കുന്നത്. ഒക്ടോബർ 19 വരെ ആ കുജൻ 6-ലുണ്ട്. അതിനുശേഷം ആ കുജൻ 7-ലേക്ക് രാശി മാറുന്നു. അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 9-ലാണ്. അഷ്ടമഭാവാധിപൻ 9-ൽ നിൽക്കുകയാണ്. 17 മുതൽ ആ സൂര്യൻ നീചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഒരു ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ശരീരക്ഷീണം അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കുറവിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ മാനസികമായിട്ട് ഒരു ടെൻഷന് സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ വേണം. അതുപോലെ ഗുരു പ്രത്യേകിച്ച് ഗുരുദൃഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. മാരകങ്ങളായ രോഗങ്ങളുള്ളവർക്ക് പൊതുവെ ആശ്വാസം കിട്ടുന്നതിനും സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ഈ ജന്മരാശിയിലേക്ക് ആ കുജൻ്റെ ഉച്ചദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ, ഒരു തർക്ക സ്വഭാവം ഒക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ഈ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ശുക്രൻ തന്നെയാണ്. ആ ശുക്രൻ ഒക്ടോബർ 12 വരെ ആ 10-ാം ഭാവ രാശിയിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശേഷം ആ ശുക്രൻ 11-ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പം ശുക്രൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മകരക്കൂറുകാർക്ക് മകരലഗ്നക്കാർക്കും യോഗകാരകനാണ്. ബുധനും ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ തൊഴിലിൽ പൊതുവെ നേട്ടങ്ങളുടെ സമയമായിരിക്കും ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും. അതിൽ നിന്ന് ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൊഴിലിടത്ത് സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും. ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്ലാനൊക്കെ നടപ്പിലാക്കുന്നതിന് അനുകൂല സമയമാണ്. പൊതുവെ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തൊഴിലിൽ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരമൊക്കെ അതിന് സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞർ, അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. 17 മുതൽ ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് നീചസ്ഥിതി വരുന്നുണ്ട്.
അതുകൊണ്ട് തൊഴിലിൽ ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ഒരു സമീപനം ഈ കുറുകാരുടെ ഭാഗത്ത് വേണ്ടി വരും, പ്രത്യേകിച്ച് സർവീസിലൊക്കെ ഉള്ളവർ. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമൊക്കെ ഇപ്പോൾ നടത്താമെങ്കിൽ തൊഴിലവസരങ്ങളുണ്ട്, തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കൂടുതലാണ്. അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെ ഉപജീവന മാർഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 2 വാരം എന്ന് പറയുന്നത് നിലവിലെ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും സഹായകരമായിരിക്കും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാർക്ക് ബുധന്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ്, ശുക്രന്റെ സ്ഥിതിയും അനുകൂലമാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ 20 മുതൽ 7ാം ഭാവാധിപൻ ചന്ദ്രനാണ്. അതുപോലെ 20 മുതൽ കുജൻ 7ലേക്ക് രാശി മാറുന്നുണ്ട്. ഈ കുജൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 4ഉം 11ഉം ഭാവാധിപനും കൂടിയാണ്. പക്ഷേ ആ കുജൻ നീചരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവെ അവരുടെ പ്രയത്നത്തിന് അനുസൃതമായിട്ടുള്ള ഫലം കിട്ടാവുന്ന മാസമായിട്ട് ഒക്ടോബർ മാസത്തെ കാണാം. ആഗ്രഹിക്കുന്ന തലത്തിൽ ആ ബിസിനസ് വിപുലീകരിക്കുന്നതിനും അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്കും ലാഭവർദ്ധനവിനുമൊക്കെ സാധ്യതയുണ്ട്. വിദേശ വിപണനത്തിന് ശുക്രൻ്റെയും ബുധൻ്റെയൊക്കെ 11ലെ സ്ഥിതി, അതുപോലെ ഗുരുവിൻ്റെയൊക്കെ 11ലേക്ക് ദൃഷ്ടിയൊക്കെ അനുകൂല സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് 5ലെ ഗുരുവും 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ ആ 10, 11 ഭാവരാശികളിലെ സ്ഥിതിയും, അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ്റെ ഉച്ചരാശി സ്ഥിതിയും, ഒക്ടോബർ 10 മുതൽ ആ ബുധൻ 10ലേക്ക് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നതും ഒക്കെ തന്നെ പഠനത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. പൊതുവെ ഈ വിദ്യാർത്ഥികളുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്, അറിവ് കൂടുന്ന സമയമാണ്, പഠിക്കാനുള്ളൊരു കഴിവ് കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പരീക്ഷകളിലൊക്കെ മികവ് ഉയർത്താൻ കഴിയുന്ന, ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു ഗ്രഹസ്ഥിതിയായിട്ട് ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ കോഴ്സുകളിലൊക്കെ അഡ്മിഷനൊക്കെ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഉന്നത പഠനമൊക്കെ ഗവേഷണമൊക്കെ വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ ശനി 2ൽ ആണ്, പക്ഷേ ആ ശനി വക്രത്തിലാണ്. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ 6ലാണ്. അപ്പോൾ 11ൽ ഒക്ടോബർ 13 മുതൽ ശുക്രൻ്റെയൊക്കെ ഒരു സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഗുരുവിൻ്റെ ദൃഷ്ടിയും ആ 11ലുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ 2ൽ ശനി വക്രത്തിലും ധനകാരനായിട്ടുള്ള ഗുരു 9 മുതൽ 5 വക്രത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ധനപരമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പണം കടം കൊടുക്കുന്നതിലായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുജൻ്റെയൊക്കെ ആ 12ലെ ദൃഷ്ടി, കുജൻ 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അനാവശ്യ ചെലവ് പ്രത്യേകിച്ച് ഒക്ടോബർ 19 വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസൊക്കെ നിയന്ത്രിച്ചു പോകാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ്. 7ാം ഭാവാധിപൻ ചന്ദ്രൻ ആണ്. ആ ചന്ദ്രനാണെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വേഗത്തിൽ രാശികൾ മാറുന്ന ഒരു ഗ്രഹമാണ്. ഇപ്പോൾ ആലോചനകൾക്കൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാലോ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനാകും. ഇനി പ്രണയബന്ധത്തിൽ നമ്മൾ പ്രണയബന്ധത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ പ്രണയബന്ധമൊക്കെ സുഗമമാകും. 5ാം ഭാവാധിപൻ 10ഉം 11ഉം ഭാവരാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഗുരു 11ലെ ദൃഷ്ടി ചെയ്യുന്ന സമയവുമാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് പ്രണയബന്ധമൊക്കെ സുഗമമാക്കും എന്ന് തന്നെ പറയാം. ദാമ്പത്യബന്ധത്തിൽ പറ്റി ചിന്തിക്കുമ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയുന്ന സമയം എന്ന് തന്നെ പറയാം. പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവ പരിഹരിക്കുന്നതിന് ആ ശുക്രൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ്. ഗുരുവിൻ്റെ സ്ഥിതിയും അനുകൂലമാണ്. അതേസമയം ഒക്ടോബർ 20 ആകുമ്പോൾ 7ാം ഭാവരാശിയിലേക്ക് ആ കുജൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. കുജൻ്റെ നീചസ്ഥിതിയാണ്. അപ്പം കുജൻ 7ലൊക്കെ നീചസ്ഥിതനാകുന്നത് കൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് പറയാം.
കുജന് ബലക്കുറവാണ്. അപ്പോൾ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 2 വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അത് കുടുംബത്തിൽ കൂടുതൽ സമയമൊക്കെ ചെലവാക്കേണ്ടിയിരുന്ന ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 4ാം ഭാവാധിപൻ സുഖസ്ഥാനാധിപനും ആയിട്ടുള്ള കുജൻ ഒക്ടോബർ 19 വരെ 6ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതുപോലെ 20 മുതൽ കുജൻ 7ലേക്ക് രാശി മാറുന്നുണ്ട്, നീച രാശിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ അത് 20-ന് ശേഷം കുടുംബത്തിൽ ഒരു സുഖക്കുറവിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഒക്ടോബർ 1, 9, 10, 22, 23, 27, 28 ഈ ദിവസങ്ങൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്തുന്നത് ഒഴിവാക്കണം. അതുപോലെ പ്രധാന ഏതെങ്കിലും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർ ഈ ദിവസങ്ങൾ ആ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. പക്ഷേ ഈ മകരക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മകരലഗ്നമാണോ എന്നൊരു സംശയം വരും. അങ്ങനെയല്ല. മകരക്കൂറിലെ ചിലർക്ക് മകരലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. മകരക്കൂറും മകരലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല. എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ തന്നെ അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദേശീയയുടെ അപകാരത്തിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേസമയം ഈ മകരക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമാണെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഒക്ടോബർ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നമുക്ക് കിട്ടുള്ളൂ. കാരണം കൂറിൻ്റെ ഫലം മാത്രം കേട്ടാൽ പോരാ, ലഗ്നഫലം നമ്മൾ അറിയണം. കാരണം കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനായതുകൊണ്ട് ലഗ്നരാശി അറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.